നമസ്കാരം. അടുത്ത മാസങ്ങളിൽ കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ചേലക്കരയാണ്. ചേലക്കരയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദേവസ്വം മന്ത്രി ആയിരുന്ന കെ രാധാകൃഷ്ണൻ അവിടെ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് മന്ത്രിയാവുകയും പിന്നീട് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാനുണ്ടായ ഒരു സാഹചര്യം. ഈ സമയത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേലക്കരയിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വമെല്ലാം. ഇതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 36,000-ന് മുകളിൽ വോട്ടുകൾ അവിടെ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. ഇത് തന്നെയാണ് BJP ഇപ്പോൾ അവിടെ ഒരു പ്രതീക്ഷ വെക്കുന്നതും. 36,000-ന് മുകളിൽ വോട്ടുകൾ നേടിയെടുത്ത ഒരു തദ്ദേശ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഒരു അല്ലെങ്കിൽ പ്രത്യേക ഒരു മാറ്റമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ള ഇന്നത്തെ ഈ ഒരു സമയത്ത് BJP-ക്ക് ഇത് ഗുണം ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJP-ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റവും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായ വലിയ 1,00,000-ന് മുകളിൽ വോട്ടുകളുടെ ഒരു വലിയൊരു കുതിച്ചു ചാട്ടം തന്നെ BJP-ക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഈ പ്രതീക്ഷ നൽകുന്നതോടൊപ്പം തന്നെ തിരുവില്ലാമല എന്ന് പറയുന്ന BJP ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് കൂടി ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ചേലക്കര എന്നുള്ളത്. അപ്പൊ ചേലക്കര നിസ്സാരമായിട്ട് കാണാൻ LDF-ഓ UDF-ഓ ഇപ്പോൾ അതിനെ ഒരു ചെറിയ രീതിയിൽ ഞങ്ങൾ നിസ്സാരമായിട്ട് ജയിക്കുമെന്നുള്ള ഒരു സാഹചര്യമൊന്നും ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലില്ല. കേരളത്തിൽ BJP 20% വോട്ടുകൾ നേടിയ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് തൊട്ടടുത്ത മാസങ്ങളിൽ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-ക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP എങ്ങനെയാണ് വിജയിച്ചത് ആ മോഡലുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ BJP നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഘട്ട ബൂത്ത് തല മീറ്റിംഗുകൾ അടക്കം അവിടെ കഴിഞ്ഞിരിക്കുന്നു. നിയോജക മണ്ഡലത്തിന്റെ കാര്യകർത്താക്കളും നിലവിൽ തൃശൂർ ജില്ലയിൽ പ്രഭാരിമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ BJP-യുടെ മറ്റ് ജില്ലാ നേതാക്കളെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് അവിടെ ഒരു പ്രത്യേക പ്രചരണ രൂപരേഖ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിൽ തൃശൂർ മോഡൽ എന്ന് പറഞ്ഞാൽ വോട്ട് ചേർക്കുക എന്നുള്ള ഒരു പരിപാടി. വോട്ട് ചേർക്കുക എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 75,000-ന് മുകളിൽ വോട്ടുകളാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് BJP ചേർത്തിയെടുത്തത്. ആ 75,000 വോട്ടുകൾക്ക് തന്നെ BJP അവിടെ വിജയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ വർഷങ്ങളായിട്ട് BJP ചെയ്തിരുന്ന കാര്യങ്ങൾ ഒരു ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏതെല്ലാം തരത്തിൽ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളത് ഇപ്പോൾ BJP-ക്ക് മനസ്സിലായി. കഴിഞ്ഞ സമയങ്ങളിൽ BJP വോട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാണെങ്കിൽ ഇപ്പോൾ വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ആ സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് തൃശൂർ റവന്യൂ ജില്ലയിൽ BJP ഭരിച്ചിട്ടുള്ള 2 പഞ്ചായത്താണ്. ഒന്ന് ഈ ചേലക്കര മണ്ഡലത്തിലെ തിരുവില്ലാമലയും അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ അവിണിശ്ശേരി എന്ന് പറയുന്ന മറ്റൊരു പഞ്ചായത്ത്. അപ്പോൾ ഇത്രയും വലിയ തരത്തിൽ BJP-ക്ക് സ്വാധീനമുള്ള ഒരു ജില്ലയാണോ തൃശ്ശൂർ എന്ന് നോക്കുമ്പോൾ കേരളത്തിൽ അത്യാവശ്യം മോശമല്ലാത്ത തരത്തിൽ BJP-ക്ക് പ്രവർത്തനമുള്ള ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂർ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ചേലക്കര പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ BJP-ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ചേലക്കരയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ദേവസ്വം മന്ത്രിയായിട്ട് പ്രവർത്തിച്ച അവിടെ നിന്ന് MLA ആയി ദേവസ്വം മന്ത്രിയായ ഒരാൾ കൂടിയാണ്. അപ്പൊ നമ്മൾ ശബരിമലയിൽ ഈ ദേവസ്വം മന്ത്രി പോയ സമയത്ത് അവിടെ ശബരിമലയിൽ നിന്ന് തീർത്ഥം തന്റെ കയ്യിലേക്ക് തന്ന സമയത്ത് സാധാരണ നമ്മുടെ കയ്യിൽ തീർത്ഥം തന്ന സമയത്ത് നമ്മൾ കുടിച്ച് ഇങ്ങനെ ശിരസിലൂടെ ഇങ്ങനെ തെളിക്കുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷെ ഈ K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി കയ്യിൽ ഇതുപോലെ തീർത്ഥം കിട്ടിയിട്ട് അതിങ്ങനെ സാനിറ്റൈസ് ചെയ്യുന്ന പോലെ കൈ കഴുകുന്ന ഒരു രീതിയൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കേരളത്തിൽ ഇന്ന് വലിയ തരത്തിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ അവരുടെ പ്രവർത്തന കാര്യങ്ങൾ ആരംഭിച്ച് അല്ലെങ്കിൽ അധികാരത്തിലെത്തിയ സമയം മുതൽക്ക് തന്നെ അവരുടെ ഏറ്റവും ലക്ഷ്യങ്ങളിലൊന്ന് പണം കൂടുതൽ ഇന്ന് വരുമാനം കൂടുതലുള്ള ക്ഷേത്രങ്ങൾ പിന്നെയും കൂടുതൽ ദേവസ്വം ബോർഡുകളുടെ കീഴിലേക്ക് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഇപ്പോ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം അത് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കൂട്ടത്തിൽ
കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, അതോടൊപ്പം ക്ഷേത്രങ്ങളിൽ പഴകിയ പുരാവസ്തുക്കളെല്ലാം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാണിക്കയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം അത് വിൽപ്പനക്ക് വെക്കുന്ന അല്ലെങ്കിൽ ലേലം വിളിക്കുന്ന അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിനെ കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത രീതിയിൽ അതിനൊരു ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമാണ് ദേവസ്വം മന്ത്രിയായിട്ട് കെ രാധാകൃഷ്ണൻ ഇവിടെ പ്രവർത്തിച്ച സമയത്തുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ ഭൂരിപക്ഷ സമുദായം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇനി ഇവിടെ നിന്ന് വിജയിക്കേണ്ടത് എന്നുള്ള ഒരു വികസനം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്ത ഒരു സ്ഥലമായിട്ട് ചേലക്കര വർഷങ്ങളായിട്ട് ഇങ്ങനെ കെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് നിലവിലെ അവിടുത്തെ അല്ലെങ്കിൽ നിലവിൽ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്നുള്ള തർക്കമില്ല. കൂട്ടത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നിലവിൽ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ താൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ളതിന്റെ പേരിൽ ചേലക്കരയിലെ ജനങ്ങൾക്ക് നിലവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പല വാഗ്ദാനങ്ങളും നൽകാനുള്ള സാധ്യതയുണ്ട്. വാഗ്ദാനം നൽകിയാൽ അത് നിറവേറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു MP-യോ കേന്ദ്രമന്ത്രി എന്നുള്ള അതിന് ഉപരിയായിട്ട് താൻ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന തന്റെ പ്രവർത്തന ശൈലി അത് വലിയ തരത്തിലുള്ള ഒരു ഗുണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ചേലക്കരയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം കൂടി BJP വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്നു. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൂടി ചേലക്കരയിൽ വന്നു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യങ്ങളെല്ലാം മാറും. അതിനൊരു വലിയ രീതിയിൽ സമയം അദ്ദേഹം കൊടുക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. വരാനിരിക്കുന്ന അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 2025 ഒരുങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ചേലക്കരയിലെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ മാറ്റമോ അല്ലെങ്കിൽ വിജയമോ BJPക്ക് ഒരു വലിയ മൈലേജ് കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വിജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് ചേലക്കര മാറിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ നിന്നും 15,000-നും 20,000-നും ഇടയിൽ വോട്ടുകൾ കൂടുതൽ BJP പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ചേലക്കരയിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള തർക്കമില്ല. ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങളാണ് BJP ഇപ്പോൾ ചേലക്കരയിൽ ഒരുക്കുന്നത്. 1,00,000-ന് മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അതിശയം തീർക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന ചേലക്കരയിൽ വലിയ രീതിയിലുള്ള ഒരു അത്ഭുതമൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട. അവിടെ വിജയിക്കാനായിട്ട് നിസ്സാരമായിട്ടുള്ള ഒരു വോട്ടുകൾ തന്നെ മതി. അപ്പൊ ഇതിനു വേണ്ടിയുള്ള പോരാട്ടം കടുപ്പിക്കാനായിട്ട് BJPയും BJPക്കൊപ്പം സംഘപരിവാറും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഈ കേരളത്തിൽ മറ്റൊരു MLA BJPക്ക് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ നിയമത്തിനുപരിയായിട്ട് നിയമത്താണല്ലോ കേരളത്തിൽ BJPക്ക് ആദ്യമായിട്ടൊരു MLA ഉണ്ടായത്. അതിനെ ഉപരിയായിട്ട് ചേലക്കരയിൽ നിന്നും BJPക്ക് ഒരു മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വിജയിച്ച് അവിടെ നിന്നൊരു MLA ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് പ്രവർത്തന പദ്ധതികൾ കൊണ്ടെത്തിക്കാൻ നിലവിലെ സംഘടനാ നേതൃത്വത്തിന് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവ് ഒരു തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെളിയിച്ചതാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ഉപയോഗിച്ച അതേ പ്രവർത്തന പദ്ധതികൾ ചേലക്കരയിലും നടപ്പിലാക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കുമാണ് BJP നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.